ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസ് റെസിപ്പിയാണ്. അതിനായി നമുക്ക് ചിക്കൻ കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ചിക്കൻ നന്നായി പൊടിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉള്ളിയിടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്താം. പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിൽ വേണ്ട പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് വേവിച്ച് പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വാങ്ങിക്കാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്തതിന് ഉപ്പ് കറക്റ്റാണ്. കൽമാസിൻ്റെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിനുള്ള മാവ് റെഡിയാക്കാം. ഇത് മാവിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാനുള്ളതാണ്. തേങ്ങ, ചെറിയ ഉള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം ഇത് അരച്ച് ഒതുക്കി കൊണ്ടുവരാം. നന്നായി അരയണ്ട, ഒതുങ്ങിയാൽ മതി. ഇത് അരിപ്പൊടീൻ്റെ കൂടെ കുഴയ്ക്കാനുള്ളതാണ്. ഇതാണ് അരിപ്പൊടി. പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൈസ് അരിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം തിളച്ച വെള്ളം ഉപ്പിട്ട തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണിത്. ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കാം.
കയ്യിലൊട്ടി പിടിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ഇല വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇത് തുറന്ന് നോക്കാം നമുക്ക് ആയോ. കുറച്ച് മുൻപേ ഞാനൊന്ന് നോക്കിയിരുന്നു, അപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഉപ്പും മുളകും മഞ്ഞളെല്ലാം കൂടി കലക്കിയ ഒരു കൂട്ടാണ്. ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. മീനൊക്കെ വറുക്കാൻ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് ഒഴിച്ചാൽ മതി. ഡ്രൈ ഫ്രൈ പോലെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കും. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. ഇതായതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൽമാസ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് നോക്കാം.